ലൈവാണ് പിടിക്കോ എപ്പോഴാ ഇട്ടോ ചേച്ചി ഇട്ടിട്ടൊന്ന് കാര്യം ഇനി ഇട്ടിട്ടൊന്ന് കാര്യം പത്തനാപുരത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുന്തള്ളും ഉണ്ടാകുന്നു. വാഹനങ്ങളൊക്കെ തടഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് എടുക്കുന്നു പ്രതിഷേധ യോഗം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി പത്തനാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ നവാസ് ഖാനെ ക്ഷണിച്ചോളുന്നു. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ പത്തനാപുരത്ത് നമ്മൾ തെരഞ്ഞെടുത്ത ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ പത്തനാപുരത്തിന്റെ MLA. അദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്, കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അടിക്കടിയായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര പ്രശ്നമുണ്ടായി. അതിന്റെ അലയൊലി അടിച്ചു തീരുന്നതിന് മുമ്പ് തന്നെയാണ് അദ്ദേഹം വീണ്ടും ഒരു വ്യഭിചാര വിഷയമായിട്ട് പത്രമാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്ത്രീലമ്പടനാണ്. ഇന്ത്യക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്ന ഒരു വിശേഷമാണ്. അദ്ദേഹം ഒരു നിമിഷം പോലും കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ല, ഒരു മന്ത്രിയായിട്ട് പോലും ഇരിക്കാൻ യോഗ്യതയല്ല, MLA പോലും ഇരിക്കാൻ യോഗ്യതയല്ല. അദ്ദേഹം എത്രയും വേഗം മന്ത്രി സ്ഥാനം MLA സ്ഥാനം രാജിവെച്ച് പത്തനാപുരത്തിന്റെ അഭിമാനം കാട്ടണമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൂടാതെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ വ്യഭിചാരിനെ, ഈ പെണ്ണുപിടിയെ എന്തിനാണ് കൂട്ടി നടക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം അയാൾക്കെതിരായിട്ട് ഗണേഷ് കുമാറിനെതിരായിട്ട് നടപടിയെടുക്കുകയും അദ്ദേഹത്തെ ഇപ്രാവശ്യം പത്തനാപുരത്ത് മത്സരിപ്പിക്കാതിരിക്കാനുള്ള തത്വ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പത്തനാപുരത്തിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർമ്മാണ സമിതി CRP ക്ഷണിച്ചോളൂ. കാല കയറല്ലേ, ടയറ് കയറല്ലേ. ഈ
മണ്ഡലത്തിലെ MLA മന്ത്രിയുമായ KV ഗണേഷ് കുമാർ സമരം നടക്കില്ലേ സാറേ? സമരം നടക്കില്ലേ സാറേ? ഒരാൾ സംസാരിക്കണേ. ഓടി നടന്ന് ബന്ധ വിളിക്കും, ഓടി നടന്ന് ബന്ധ വിളിക്കും. MLA മന്ത്രിയുമായ KV ഗണേഷ് കുമാർ നെയ്യാറക്കുത്ത് നിരന്തരമായി തുടരുകയാണ്. കേരളത്തിലെ ഈ നാട്ടിലെ ജനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം വ്യഭിചാരം ചെയ്തിരിക്കുന്നുവെന്ന ഈ മന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അദ്ദേഹത്തെ ജയിലിലടക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നു, KV ഗണേഷ് കുമാർ ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച, MLA സ്ഥാനം രാജിവെച്ച, അല്ലെങ്കിൽ ഞങ്ങൾ നാളെയും സമരം ശക്തമായി തുടരും. മഹിളാ കോൺഗ്രസിന്റെ സമരം, UDF-ന്റെ സമരം, എല്ലാവിധമായ സമരങ്ങളുടെയും വേലിയേറ്റത്തിൽ ഇവിടെ ഈ MLA മുങ്ങിപ്പോകും, ഈ മന്ത്രി മുങ്ങിപ്പോകും. ഈ അനാശാസ്യ നടപടികൾക്കെതിരെ പോലീസ് അതിശക്തമായി കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. നാണക്കേട് മാനക്കേട്, രാജിവെക്കൂ ഗണേഷ് കുമാര. നാണക്കേട് മാനക്കേട്, മാണിയാകെ മാനക്കേട്. രാജിവെക്കൂ, പുറത്തു പോകൂ, രാജിവെക്കൂ, പുറത്തു പോകൂ, രാജിവെക്കൂ, പുറത്തു പോകൂ, രാജിവെക്കൂ, പുറത്തു പോകൂ. ഇവിടെ എന്ത് സംഭവം കഴിഞ്ഞോ? എന്തോ പത്തനാപുരത്തിന്റെ പൊതുസമൂഹത്തിനാകെ അപമാനകരമാകുന്ന തരത്തിലുള്ള പ്രവണതയുമായിട്ട് പത്തനാപുരത്തിന്റെ MLA കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയെ തരം താഴ്ന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. നമ്മുടെ വനിതാ ദിനവുമായി ബന്ധപ്പെട്ടാണ് ഞാനൊരു പോസ്റ്റ് അവിടെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആ പോസ്റ്റ് ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും പത്തനാപുരത്ത് MLA-യോട് ചെന്ന് ചോദിച്ചപ്പോ വളരെ അവകാശമായ രീതിയിൽ വളരെ പുച്ഛത്തോടുകൂടി അതിനെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് കണ്ടത്. തൊട്ടു പിന്നാലെ ഞാൻ പറഞ്ഞ പോസ്റ്റിലെ ഓരോ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന വസ്തുതകൾ തുറന്നു കാട്ടിക്കൊണ്ട് KV ഗണേഷ് കുമാറിന്റെ അവസാനത്തെ ഔദ്യോഗിക നിലവിലെ ഭാര്യ ശ്രീ ബിന്ദു മേനോൻ തന്നെ നിലവിൽ വരുന്നത്, പുറത്തു വരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു പറയാം, ഈ കാണിക്കുന്ന പ്രവണത ഒരു കാരണവശാലും പത്തനാപുരത്തെ ജനങ്ങൾ വെച്ചു വെറുപ്പിക്കുകയില്ല എന്ന് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു KV ഗണേഷ് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കടന്നു ചെന്നപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാഴ്ചയുണ്ട്. അവർ ഞെട്ടിപ്പോകുന്നു. സ്വന്തം ബെഡ്റൂമിലേക്ക്, അവർ താമസിക്കുന്ന അവരുടെ കുടുംബത്തിന്റെ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോ പത്തനാപുരത്തിന്റെ മന്ത്രികുമാരൻ മറ്റൊരു സ്ത്രീയുമായി കട്ടിലിൽ കിടക്കമങ്ങിടുന്ന കാഴ്ചയാണ് അവർ കണ്ടത് എന്നുള്ളത് വളരെയേറെ ഗൗരവകരമായ ഒരു അവസ്ഥയാണ്. അത് കണ്ടുകൊണ്ട് അവർ ദൃശ്യം പകർത്തുവാൻ ശ്രമിച്ചപ്പോ അവരെ ആക്രമിക്കുന്ന പ്രവണതയുമായി അവിടുത്തെ ഗണേഷ് കുമാരൻ മാത്രമല്ല, അവരുടെ PA ആയിരുന്ന, അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന ശാന്തനും മനോജും പ്രദീപും അടക്കം അവരെ വീട്ടിൽ പൂട്ടിയിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാളകത്ത് ഉടലെടുത്തത്. അവർ വിളിച്ചു കൂവിയിട്ട് നാട്ടുകാർ ഓടിക്കൂടി. 112 വിളിച്ച് അവർ അഭയം തേടി. പോലീസ് വന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് ആ വീഡിയോ അടക്കം പോലീസിനെ കൊടുത്തിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ അവിടെ ഓടിക്കൂടിയ ജനങ്ങളെ മർദ്ദിക്കുവാനും പിന്തിരിപ്പിക്കുവാനും മാത്രമാണ് ആ പോലീസ് അധികാരികൾ തയ്യാറായത്. ഒരു കാര്യം ഉറപ്പു പറയാം,
പത്തനാപുരത്തെ ഒരു സഹോദരിയായി തന്നെ ഞങ്ങൾ കെ വി ഗണേഷ് കുമാറിന്റെ ഭാര്യയെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ അവർക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുവാൻ തയ്യാറാകുകയാണ്. പോലീസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് അവർ പരാതി കൊടുക്കാൻ തയ്യാറാകാതെ മുമ്പോട്ട് വന്നത്. 112 വിളിച്ച് പോലീസ് വന്നിട്ടും അവരുടെ മുമ്പിൽ വന്നിട്ടും എല്ലാ നടപടികൾ കണ്ണിൽ കണ്ടിട്ടും പോലീസ് നടപടിയും സ്വീകരിച്ചില്ല. ഞങ്ങൾ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങുകയാണ്. ശക്തമായ നിയമപോരാട്ടമായി തെരുവിലിറങ്ങുകയാണ്. ഇന്ന് DGPക്ക് ഞാൻ ഒരു പരാതി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും. ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ മുണ്ടിൽ തലയിട്ടല്ലാതെ പത്തനാപുരത്തിന്റെ തള്ളി നെടുവീടുകളിലൂടെ കെ വി ഗണേഷ് കുമാറിന് ഇറങ്ങി നടക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. ഇത് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞ് കപ്പിൽ ചായ കുടിക്കുന്ന കപ്പിനകത്ത് പലതരം പാചകങ്ങൾ നടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ നാണോ മാനോ മുഴുപ്പും അന്തസ്സും ഉണ്ടെങ്കിൽ കെ വി ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ്. വരും ദിവസങ്ങളിൽ നാളെ UDFന്റെ മഹിളാ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ തെരുവിൽ കാണും. പത്തനാപുരത്തിന്റെ മാത്രമല്ല സംസ്ഥാനത്ത് എവിടെ റോഡിലിറങ്ങിയാലും കെ വി ഗണേഷ് കുമാറിനെ വഴിയിൽ തടയുമെന്ന് KSU ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചു വെച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യം അറിയിച്ചു നിർത്തുന്നു. രാവിലെ 10 മണിക്ക് ഫാത്തിമ നിന്നും എല്ലാവരും സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്നില്ല. ഈ അവസരത്തിൽ പറയുവാനുള്ളത് തീർച്ചയായിട്ടും ഇത് സമരങ്ങളുടെ തുടക്കമാണ്. ഈ സമരത്തിന്റെ അവസാനം എന്ന് പറയുന്നത് പത്തനാപുരത്തിന്റെ MLA-യും കേരളത്തിലെ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് രാജിവെക്കുന്ന ഈ സമരം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഗണേഷ് കുമാർ ഇന്നത്തെ രാവിലത്തെ മാധ്യമം കൂടി പറഞ്ഞതെല്ലാം നമുക്ക് കാണിച്ചു വെക്കുന്നത് അതിന് ഒരു ഉളുപ്പുമില്ലാതെ മാധവിക്കുട്ടിയുടെ ഇത്തരത്തിലൊരു ഗതികെട്ട MLA ചുമക്കണ്ട ഒരു ബാധ്യതയും പത്തനാപുരത്തെ ജനങ്ങൾക്കില്ല. തീർച്ചയായും പത്തനാപുരം പോലീസ് അടക്കമുള്ള പോലീസ് സംവിധാനത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് 112 വിളിച്ച ആ സ്ത്രീക്ക് കിട്ടാത്ത നീതി ഗണേഷ് കുമാർ ഉറപ്പു നൽകുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പത്തനാപുരത്ത് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പത്തനാപുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. തടഞ്ഞ് അതിനുശേഷം വീണ്ടും പത്തനാപുരം ടൌണിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് പ്രവർത്തകർ. പത്തനാപുരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. പത്തനാപുരത്ത് അല്പം മുമ്പ് BJPയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ രണ്ട് പ്രതിഷേധ മാർച്ച് കെ വി ഗണേഷ് കുമാർ മന്ത്രിയുടെ വസതിയിലേക്കായിരുന്നു, മഞ്ചൾ റോഡിലെ വസതിയിലേക്കായിരുന്നു. എന്നാൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ രണ്ട് പ്രതിഷേധങ്ങളും തടയുകയായിരുന്നു. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധങ്ങൾ പോലീസ് തടയുകയായിരുന്നു. അതിനുശേഷം അവർ റോഡിൽ കുത്തിയിരിക്കുകയൊക്കെ ചെയ്തു. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു സംഘർഷാവസ്ഥയായിരുന്നു. മുതിർന്ന നേതാക്കളും പോലീസും ഒക്കെ ഇടപെട്ട് അത് ശാന്തമാക്കിയിരിക്കണം. ചൊവ്വാഴ്ച നാളെ 10 മണിക്ക് വീണ്ടും കോൺഗ്രസിന്റെ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ കെ വി ഗണേഷ് കുമാർ
മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് വീണ്ടും ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, വാഹനങ്ങളൊക്കെ തടഞ്ഞിരുന്നു. ഏകദേശം 1.25 മണിക്കൂറത്തേക്ക് വാഹനങ്ങൾ തടഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.